നമസ്കാരം, ഞാൻ ദിനേഷ് സൗവർണിക. പല ആളുകളുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് ഈ കോഡക്സ് പൊന്തിച്ച് വെക്കുമ്പോൾ, അതായത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കോഡക്സ് പൊന്തിച്ച് വെക്കും. ഈ പൊന്തിച്ചിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയാലും നിങ്ങൾ കൊണ്ടുപോയിട്ടത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊന്തിച്ച് വെക്കും. ഇങ്ങനെ പൊന്തിച്ച് വെക്കുമ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ഈ ഡോർമൻസി പീരീഡിൽ ഇല കൊഴിയുക, ചെടിയിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന സമയം ഇല കൊഴിയാണ്. ഇല കൊഴിഞ്ഞിട്ട് ജലം നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി ചെടി കാണിക്കുമ്പോൾ നമ്മളതിന് കേടാണെന്ന് വിചാരിച്ചിട്ട് കുറേ വെള്ളം ഒഴിക്കും. അപ്പോൾ ഇതിൻ്റെ മഞ്ഞ കളറായിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഇല കൊഴിയുന്നത് നോക്കുക പെസ്റ്റ് ആണോ എന്ന്. പെസ്റ്റ് അല്ലെങ്കിൽ അത് വിട്ടേക്കുക, കാരണം ഇല കൊഴിഞ്ഞ് അത് കടക്കുന്നിടത്ത് കളഞ്ഞാൽ മതി. പെസ്റ്റ് ആണെങ്കിൽ പെസ്റ്റിസൈഡ് കൊടുക്കുക. ഇങ്ങനെ ഇല കൊഴിഞ്ഞിരിക്കുന്ന ഒരു ചെടിയിലേക്ക് ഇപ്പോഴത്തെ ഉച്ച സമയത്ത് നല്ല വെയിലാണ്. ആ വെയിൽ തട്ടിയാൽ ഇതിൻ്റെ കോഡക്സിൻ്റെ ഭാഗം ചുരുങ്ങിപ്പോവും. അപ്പോൾ അതിനെന്താ ചെയ്യുക? സാധാരണ അതെടുത്ത് തണലിലേക്ക് വെക്കുകയാണ് ചെയ്യുക. നല്ല തണലിലേക്ക് വെച്ചാലും അടീനിയത്തെ സംബന്ധിച്ച് അതൊരു കേടാണ്. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ചെറിയ മാർഗം എന്ന് പറഞ്ഞ് ഒരു ചട്ട, നോട്ട്ബുക്കിൻ്റെ പേജാണ് എടുത്തുള്ളത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം, ചട്ട കട്ടിയുള്ള ഒരു കടലാസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത്, ഈ കോഡക്സിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു കോൺ പോലെ ആക്കിയിട്ട്, അടി മുട്ടി നിൽക്കാത്ത തരത്തിൽ ഒരു കോൺ പോലെ ആക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇതാ ഒരു സ്റ്റാപ്ലർ മതി നിങ്ങൾ അടീനിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കേട്ടോ. സ്റ്റാപ്ലർ കൊണ്ട് ഈ അടീനിയത്തെ ഒന്ന് കൊടുത്തു. ഇപ്പോൾ നോക്കുക, ഈ അടീനിയത്തിൻ്റെ മേലെതാ ഇങ്ങനെ നമുക്ക് പൊന്തിക്കാം. ഇതിങ്ങനെ താഴേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പൊന്തിക്കാം, പക്ഷേ ഞാൻ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് ഈ ഡോർമൻസി പീരീഡിൽ നമ്മൾ അധികം വെള്ളം ഒഴിക്കില്ല. ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശത്തു നിന്ന് ഈ കോഡക്സിൻ്റെ ആ ഭാഗത്തേക്ക് തട്ടിയിട്ട് ആ ഭാഗം ചുങ്ങിപ്പോണത് കുറയ്ക്കാൻ പറ്റും. ഞാനിത് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും അല്ല. എനിക്ക് അങ്ങനെ ഒരു ഡാമേജ് വരുന്നു തോന്നാൻ സാധ്യത, അതായത് പൊള്ളിപ്പോവാൻ സാധ്യത ഉണ്ട്. പാലക്കാട് ചൂട് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ചെടികളാണെങ്കിൽ ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ ന്യൂസ് പേപ്പർ വെറുതെ ചുറ്റിയിട്ടൊന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കും. ഇത് ചട്ടയാകുമ്പോൾ കുറച്ച് സേഫായിട്ടിരിക്കും, കുറച്ച് കാലം കൂടി ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മഴക്കാലത്തേക്കല്ല കേട്ടോ, ഈ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത കാരണം അടീനിയത്തിൻ്റെ കോഡക്സ് ചുങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗം. ഇത് നിലത്ത് മുട്ടിയിരുന്ന അഥവാ നനയ്ക്കുന്ന സമയത്തൊക്കെ ഈർപ്പം കയറി പേപ്പർ കേടാവുന്നുള്ളൂ. കുറച്ച് പൊന്തിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ അടീനിയത്തിൻ്റെ കോഡക്സിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഒരു സ്റ്റാപ്ലർ മതി നിങ്ങളുടെ അടീനിയത്തെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അടീനിയത്തിൻ്റെ ജീവിതം നിലനിർത്താൻ. ഇതാണ് നമ്മളെ ക്യാപ്ഷൻ ഉണ്ടോ. അപ്പോൾ ഈ അടീനിയത്തിൻ്റെ ഇല കൊഴിയുന്ന സമയത്ത്, ഇല കൊഴിയുന്നത് എന്ത് കാരണമാണെന്ന് ആദ്യം കണ്ടെത്തുക. ഒന്നുകിൽ പെസ്റ്റ്, അല്ലെങ്കിൽ ഈ ഡോർമൻസി. ഇപ്പോൾ ഈ സമയത്തുള്ള മഞ്ഞുകാലത്തിൽ ഇല കൊഴിച്ച്, ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാം. ഇനി നിറയെ പെസ്റ്റുകൾ മുട്ടയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ, പെസ്റ്റിസൈഡ് അടിക്കാൻ മടിയുള്ള ആളുകൾക്ക്, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അത് സേഫ് അല്ല തോന്നുന്ന ആളുകൾക്ക് ഇല ഞെട്ടി അവിടെ നിർത്തിയിട്ട് ഇല മുഴുവനും കട്ട് ചെയ്തെടുത്ത് ന്യൂസ് പേപ്പറിലെടുത്ത് കത്തിച്ച് കളയുക. അതിൻ്റെ ശേഷം ജൈവ കീടനാശിനി രൂപത്തിലുള്ള വേപ്പെണ്ണ, സോപ്പ് സാധനങ്ങൾ ഈ മുറിച്ചതിൻ്റെ, അതായത് ഇല പൊട്ടിച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് അല്ലെങ്കിൽ അന്ന് തൊട്ട് തന്നെ ദിവസവും ഒരു നേരം നല്ല ഇതായിട്ട് നന്നായി കുറച്ച് തിക്കായിട്ട് കലക്കിയിട്ട് സ്പ്രേ കൊടുക്കുക. ചെടിയുടെ ത്രൂ ഔട്ട് ചെടിയിൽ കൊടുക്കുക. അങ്ങനെ അടുപ്പിച്ച് കൊടുത്താൽ പുതിയ നാമ്പ് വരുമ്പോൾ പിന്നെ ആ പെസ്റ്റ് അവിടെ ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് നല്ല രീതിയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അടീനിയത്തിൻ്റെ കോഡക്സിന്, അത് ഏത് ടൈപ്പ് കോഡക്സ് ആയാലും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു 2-3 വർഷം താഴ്ത്തി വെച്ച ചെടി കോഡക്സ് തിക്കായി കഴിഞ്ഞാൽ, സ്കിന്ന് തിക്കായി കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശത്തിൽ തട്ടിയാൽ അതിൻ്റെ കോഡക്സിൻ്റെ സ്കിന്നിനോ ഡാമേജ് ഒന്നും ആവില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും താഴ്ത്തി വെച്ചിട്ട് കുറേ 3 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഈ കൊല്ലം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം വരിക. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും, അത് വെയിലത്തേക്ക് വെക്കും, സൂര്യപ്രകാശം തട്ടും, ജലാംശം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് അതിൽ തെറ്റായ രീതി ചെയ്യുന്നതിലും നല്ലത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്തരം വീഡിയോകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്തോളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് നിങ്ങൾ പറയുമെന്നും എനിക്കറിയാം. താങ്ക് യു.